നമസ്കാരം. എന്നും മെച്ചപ്പെട്ട ഭാവി ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതിനാൽ തന്നെയാണ് വർത്തമാനകാലത്ത് വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഭാവിയിലേക്ക് നമ്മൾ കരുതി വയ്ക്കുന്നത്. അതിൽ എത്രത്തോളം ശരിയുണ്ടെന്നതിൽ തർക്കമുണ്ട് എങ്കിലും കാലാകാലങ്ങളായി നമ്മളത് ചെയ്തു പോരുന്നു. പ്രാചീന കാലം മുതൽ ഭാവി പ്രവചിക്കുന്നവർക്ക് എല്ലാ സംസ്കാരങ്ങളിലും ഉന്നത സ്ഥാനം നൽകിയിരുന്നു. ചിലരാകട്ടെ നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള ഭാവി പോലും പ്രവചിച്ചിരുന്നു. ഇത്തരത്തിൽ ഏറെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് 1505 ഫ്രാൻസിൽ ജനിച്ച നൊസ്ട്രാഡാമസ്. നൊസ്ട്രാഡാമസ് 2025 കുറിച്ച് എന്തൊക്കെയാണ് പ്രവചിച്ചിരിക്കുന്നത്? നൊസ്ട്രാഡാമസ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് ഇവയൊക്കെയാണ്. റഷ്യയും യുക്രൈനും തമ്മിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം മന്ദഗതിയിലാകുകയോ തീരുകയോ ചെയ്യുമത്രേ. തീരുമെന്ന് വ്യക്തമായി നൊസ്ട്രാഡാമസ് പറഞ്ഞിട്ടില്ലെന്നും യുദ്ധത്തിൻ്റെ തീവ്രത കുറയുമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നും ചിലർ പറയുന്നു. കാലാവസ്ഥാ വ്യതിയാനം, അതുമൂലം ഉണ്ടായേക്കാവുന്ന പ്രകൃതി ദുരന്തം എന്നിവയുടെ സാധ്യതകൾ അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുണ്ടത്രേ. പ്രത്യേകമായും ബ്രസീലിനെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്നും ചിലർ പറയുന്നു. ലോകത്തിൻ്റെ പൂന്തോട്ടമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്ന നാട് ബ്രസീലാണെന്നും ഇവിടെ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമെന്നും അഭ്യൂഹങ്ങളുണ്ട്. ഇംഗ്ലണ്ടിൽ യുദ്ധവും പ്ലേഗും ഉടലെടുക്കും, ലോകശക്തികളുടെ സ്വാധീനം കുറയും, വൈദ്യശാസ്ത്ര രംഗത്ത് വൻ കുതിച്ചുചാട്ടം നടക്കും തുടങ്ങിയ പ്രവചനങ്ങളും അദ്ദേഹം 2025 കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് നൊസ്ട്രാഡാമസിൻ്റെ ആരാധകർ പറയുന്നു. 2017 അന്തരിച്ച മാരിയോ റീഡിംഗ് എന്ന വ്യക്തി എഴുതിയ നോസ്ട്രാഡാമസ് കംപ്ലീറ്റ് പ്രോഫസീസ് ഫോർ ദ ഫ്യൂച്ചർ എന്ന പുസ്തകമാണ് ഈ വാദങ്ങൾക്ക് ആധാരം. 2005 ഈ പുസ്തകം പുറത്തിറങ്ങിയത്. നോസ്ട്രാഡാമസിനെ കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് മാരിയോ റീഡിംഗ്. മധ്യകാലഘട്ടത്തിലെ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു നോസ്ട്രാഡാമസ്. 1505 ജനിച്ചെന്ന് കരുതപ്പെടുന്ന അദ്ദേഹം ജീവിതത്തിൻ്റെ ആദ്യ കുറേ കാലം അപ്പോത്തിക്കരിയായി ജോലി ചെയ്തു. പ്ലേഗ് ബാധിച്ച യൂറോപ്പിലുടനീളം ആൾക്കാരെ സഹായിക്കുകയും ചികിത്സിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് 1529 ഡോക്ടറാകാനുള്ള പഠനത്തിനായി ഫ്രാൻസിലെ പ്രശസ്തമായ മോൺപെല്ലിയർ സർവകലാശാലയിൽ അദ്ദേഹം പ്രവേശനം നേടിയെങ്കിലും അത് പൂർത്തീകരിച്ചോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. 1555 ഭാവിയിലേക്കുള്ള തൻ്റെ പ്രവചനങ്ങൾ ഉൾപ്പെടുത്തി ലേ പ്രോഫസീസ് അഥവാ പ്രവചനങ്ങൾ എന്ന പുസ്തകം രചിച്ചത്. ഈ പുസ്തകം വാങ്ങി വായിച്ച ആളുകളിലൂടെ നോസ്ട്രാഡാമസ് പ്രശസ്തനായി തുടങ്ങി. ഇതിനിടെ ഫ്രാൻസിലെ ഹെൻറി രണ്ടാമൻ രാജാവിൻ്റെ പത്നിയായ കാതറിൻ റാണിയുടെ ശ്രദ്ധ നോസ്ട്രാഡാമസിൽ പതിഞ്ഞു. ഭാവി പ്രവചനങ്ങളിലും ആഭിചാരത്തിലുമൊക്കെ താല്പര്യമുണ്ടായിരുന്ന റാണി നോസ്ട്രാഡാമസിനെ ഇക്കാര്യങ്ങളിൽ തൻ്റെ ഉപദേശകനെന്ന നിലയിൽ നിയമിച്ചതോടെ അദ്ദേഹത്തിൻ്റെ രാശി തെളിഞ്ഞു. അന്നു മുതൽ ഇന്നുവരെ ഭാവിയെപ്പറ്റി പറയുന്നവരുടെ ഇടയിൽ അനിഷേധ്യനാണ് നോസ്ട്രാഡാമസ്. ഇന്നത്തെ ഈ IT യുഗത്തിലും അദ്ദേഹത്തിന് ലോകമെങ്ങും ആരാധകരുണ്ട്. ഇവരിൽ പലരും അദ്ദേഹത്തെ സ്നേഹത്തോടെ നോസ്റ്റി എന്നാണ് വിളിക്കുന്നത്. ലോകത്ത് എന്ത് നടന്നാലും അത് നോസ്റ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന വാദവുമായി വരാൻ ഇവർ മുൻപന്തിയിലാണ്. നോസ്ട്രാഡാമസിൻ്റെ ചില പ്രവചനങ്ങൾ ശരിക്കും സത്യമാണെന്ന് അദ്ദേഹത്തിൻ്റെ ആരാധകർ പറയാറുണ്ട്. ഫ്രാൻസിലെ രാജാവായ ഹെൻറി രണ്ടാമൻ്റെ മരണം, ലണ്ടനിൽ 1666 സംഭവിച്ച തീപിടുത്തം, ഫ്രഞ്ച് വിപ്ലവം, നെപ്പോളിയൻ്റെ അധികാരത്തിലേക്കുള്ള പ്രവേശനം, ലൂയി പാസ്റ്ററുടെ ജീവിതം, ഹിറ്റ്ലറുടെ തേർവാഴ്ചകൾ, ആറ്റം ബോംബ്, US പ്രസിഡന്റ് ജോൺ F കെന്നഡിയുടെ മരണം തുടങ്ങിയവയൊക്കെ ഇക്കൂട്ടത്തിൽപ്പെടും. എന്നാൽ നോസ്ട്രാഡാമസിൻ്റെ പ്രവചനങ്ങൾ യാതൊരു വസ്തുതയുമില്ലാത്തതാണെന്നും പല വിദഗ്ധരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് അവ നിലനിൽക്കുന്നു? അമേരിക്കയിലെ പ്രശസ്ത ശാസ്ത്രലേഖകനായ എവററ്റ് ബെല്ലിയർ ഇതിന് ഉത്തരം പറയുന്നു. 4 വരി വീതം നീളമുള്ള കവിതാ രൂപത്തിലാണ് അദ്ദേഹം പ്രവചനങ്ങൾ പ്രോഫസി എന്ന പുസ്തകത്തിൽ എഴുതിയത്. വളരെ സിംബോളിക്കായ രീതിയിലായിരുന്നു നോസ്ട്രാഡാമസിൻ്റെ പ്രവചനങ്ങൾ. വ്യക്തത ഇല്ലായ്മ അതിൻ്റെ മുഖമുദ്രയാണ്. ഉദാഹരണത്തിന്, ഒരു സ്ഥലപ്പേരൊന്നും കൃത്യമായി പറയില്ല. വലിയൊരു സിറ്റിയിൽ അപകടം സംഭവിക്കുമെന്നാകും പറയുക. ആ സിറ്റി ഏത് നഗരവുമാകാം, പാരീസ്, ന്യൂയോർക്ക്, ലണ്ടൻ, അങ്ങനെ ഏതും. എവിടെയെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് നോസ്ട്രാഡാമസ് പ്രവചിച്ചതാണെന്ന് എളുപ്പം പറയാം. കാരണം ഏതോ ഒരു സിറ്റിയിൽ അപകടം സംഭവിക്കുമെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചരിത്രത്തിൽ നടന്ന സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കുമെന്ന വിശ്വാസക്കാരനായിരുന്നു നോസ്ട്രാഡാമസ്. ഉദാഹരണത്തിന്, ഒരു നഗരത്തിൽ തീപിടുത്തമോ യുദ്ധമോ വെള്ളപ്പൊക്കമോ നടന്നു. ഇത് അദ്ദേഹം ഭാവി പ്രവചനങ്ങളിൽ ഉപയോഗിക്കും. തീപിടുത്തവും വെള്ളപ്പൊക്കവും വീണ്ടും വീണ്ടും സംഭവിക്കാവുന്ന കാര്യങ്ങളാണല്ലോ. എന്നാൽ അന്നത്തെ കാലത്തെ യൂറോപ്പിലെ പ്രശസ്തമായ ജ്യോതിഷികളും നോസ്ട്രാഡാമസിനെ തള്ളിപ്പറഞ്ഞിരുന്നു എന്നത് മറ്റൊരു വശം.
വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.